എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇരുചക്ര വാഹനങ്ങൾക്കൊപ്പം 2 ഹെൽമറ്റും അതോടൊപ്പം തന്നെ 2026 ജനുവരി 1 മുതൽ ABS സംവിധാനവും നിർബന്ധമാക്കുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഇരുചക്ര വാഹനങ്ങളെ സംബന്ധിച്ച് പുതിയ വിജ്ഞാപനവുമായിട്ട് കേന്ദ്ര ഗതാഗത മന്ത്രാലയം വന്നിട്ടുണ്ട്. 2026 ജനുവരി 1 മുതൽ പുറത്തിറങ്ങുന്ന ഇരുചക്ര വാഹനങ്ങൾക്കൊപ്പം 2 ഹെൽമറ്റും കമ്പനികൾ നൽകണമെന്നാണ് പുതിയ ഉത്തരവിൽ ഉള്ളത്. അതേസമയം ഇതിനു പുറമെ 2026 ജനുവരി 1 മുതൽ നിർമ്മിക്കുന്ന ഇരുചക്ര വാഹനങ്ങൾക്ക് ആന്റി ലോക്ക് ബ്രേക്കിംഗ് സംവിധാനം വേണമെന്നും കേന്ദ്രം പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങളിലെ അപകടങ്ങൾ വർദ്ധിക്കുന്നതിനിടെയാണ് കേന്ദ്രത്തിന്റെ പുതിയ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തിയാണ് പുതിയ വിജ്ഞാപനം. ഇരുചക്ര വാഹനങ്ങൾ വാങ്ങുമ്പോൾ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നിർദ്ദേശിക്കുന്ന സ്പെസിഫിക്കേഷനുകൾക്കനുസൃതമായിട്ടുള്ള 2 ഹെൽമറ്റുകൾ കമ്പനി വാഹനത്തിനൊപ്പം നൽകണമെന്നും മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 2026 ജനുവരി 1 അതിനുശേഷവും നിർമ്മിച്ച L2 വിഭാഗത്തിലുള്ള വാഹനങ്ങളിൽ എല്ലാ മോഡലുകളിലും IS 14 66 2010 അനുസൃതമായിട്ടുള്ള ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ഘടിപ്പിച്ചിരിക്കണമെന്നാണ് വിജ്ഞാപനത്തിൽ പറയുന്നത്. നിലവിലെ 125 cc കൂടുതൽ എഞ്ചിൻ ശേഷിയുള്ള ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമാണ് ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം നിലവിലുള്ളത്. എന്നാൽ 2026 മുതൽ എല്ലാ എഞ്ചിൻ വണ്ടികൾക്കും ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം പുതിയ ഉത്തരവ് പ്രകാരം നിർബന്ധമാക്കുന്നതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.